പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മലനാട് ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഓണവില്ലിലേക്ക് സ്വാഗതം. ഉത്രാടപ്പൂ നിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാഴിയ പൂവനിയിൽ ഇത്തിരി പാച്ചുരത്താൻ വാ ഉത്രാടപ്പൂ നിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാഴിയ പൂവനിയിൽ ഇത്തിരി പാച്ചുരത്താൻ വാ ഉത്രാടപ്പൂ നിലവേവാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി നീ വാ ഉത്രാടപ്പൂ നിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂ നിലാവേ വാ. മനോഹരം. അതെ, അതിന്റെ സംഗീതമാണ്. ഹംസധ്വനിയല്ലേ അത്? സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് മുതലേ കേട്ട് അത് ഉള്ളിലേക്ക് പതിഞ്ഞ ഒരു ട്യൂണാണ്. അത് കേൾക്കാത്ത കാലഘട്ടത്തിൽ ഒരു കുട്ടി പോലും ഉണ്ടോന്ന് എനിക്ക് സംശയം. അതിനോട് പ്രത്യേക സ്നേഹം. ഇതും തമ്പിസാറിന്റെ വരികളാണ്. തിരുവോണത്തിന് കോടി ഉടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അതാണ് ആ പിക്ചേഴ്സ് എല്ലാം തീർച്ചയായിട്ടും. അത് ഓണപ്പാട്ടുകൾ പറയുമ്പോൾ ഏറ്റവും ഒരു നല്ല ഒരു ക്ലാസ്സിൽ പെടുത്താവുന്ന ഒരു പാട്ടാണ്. എത്രയോ ഓണപ്പാട്ടുകൾ ഓരോ വർഷവും വന്ന് ഇറങ്ങി പോകുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല മനസ്സിൽ അതൊന്നും. പക്ഷെ ഇതൊക്കെ നമ്മളെ മനസ്സിൽ എന്നും അല്ലേ, ഓണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഓടി വരുന്ന പാട്ടുകളാണ് മനസ്സിൽ. അതെ അതെ അതെ, അതില്ലാതെ നമുക്ക് ഓണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓണപ്പാട്ടുകളില്ലാതെ ഓണമുണ്ടോ? ഈ ഓണപ്പാട്ടുകൾ എന്നുണ്ടായെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓണപ്പാട്ടുകൾ? ഞാൻ വെറുതെ ഞാൻ ചിന്തിച്ച് കാട് കയറാറുള്ള ആളാണ്. എങ്ങനെയാണ് ഈ ഓണപ്പാട്ടുകൾ ഉണ്ടായത്? മലയാള ഗാനശാഖയിലെ പല ക്ലാസ്സിലും ഒന്നാണ് ഈ ഓണപ്പാട്ടുകൾ, ഉത്സവ ഗാനങ്ങൾ. അത് ശരിക്കും ഈ 1980 ശേഷമായിരിക്കാം ഈ പ്രവാസ അല്ലെങ്കിൽ ഗൾഫിലോട്ടുള്ള ഒഴുക്ക് തുടങ്ങിയത് മലയാളികളുടെ, കേരളത്തിലെ ജനങ്ങളുടെ. ഞാനൊരു റഫായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ പറയണം. അതിന് മുമ്പ് ഒരു കാലഘട്ടമുണ്ട്. ഒരു 60 65 മുതൽ അല്ലെങ്കിൽ ഒരു 70 to 80 ശരിക്കും മലയാളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ബോംബെയിലേക്കായിരുന്നു ആൾക്കാർ തൊഴിൽ തേടി അല്ലെ. ആ ഒരു കാലത്ത് ഒരു ഓണപ്പാട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് സംശയമില്ല. അത് നമ്മുടെ ഒരു പ്രവാസ ജീവിതം ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും നമ്മൾ ഈ ഗൾഫിൽ പോകുന്ന പോലെ. അപ്പം അന്ന് അതിനൊരു മാർക്കറ്റ് ഇല്ല ആ ഒരു പാട്ടിന്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ അധികം ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയ ഇല്ലായിരുന്നു. നമ്മൾ കാസറ്റ് ഒക്കെ നമ്മൾ വന്നു തുടങ്ങിയത് എപ്പോഴാ? ഒരു 80 അപ്പൊ നമ്മൾ ആ ടാപ്പ് റെക്കോർഡർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ടേപ്പിലേക്ക് റെക്കോർഡ് ചെയ്തിരിക്കും. എൻ്റെ ഒരു കസിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇത്. ഞാൻ ആ ചേട്ടൻ്റെ വീട്ടിലെപ്പോഴും പോയിരിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം നടക്കുന്നത്. ഇദ്ദേഹം എല്ലാ ആഴ്ചയിലും ഈ ഒരു കാസറ്റ് കൊണ്ടുപോയിട്ട് ബ്ലാങ്ക് കാസറ്റ് കൊണ്ടുപോയി കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് വയ്ക്കും. എന്നിട്ട് വൈകുന്നേരം പുള്ളി ഇലക്ട്രീഷ്യനാണ്. വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് മുടിയൊക്കെ ചീപ്പിക്കൊണ്ടെങ്കിൽ പുള്ളി അതിൻ്റെ മുകളിൽ സ്റ്റാൻഡിൽ ടേപ്പ് റെക്കോർഡർ വെച്ചിരിക്കണം. ഇത് ഓൺ ചെയ്യും. അപ്പോൾ ആദ്യമേ കേൾക്കണ പാട്ടാണ്
ദമയന്തിക്കായി ദൂതുമായി പോകയോ അരയന്നമേ ആരോമലേ. എന്ത് ക്ലാസ്സാണ്, എത്ര ആ സംഗീതവും വരികളും ശരിക്കും ആചാര്യവർമ്മയുടെ അതായത് ദമയന്തി, ഹംസ ദമയന്തിയുടെ ഒരു അതാണ് അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ. അതെ 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 അതെ. അപ്പൊ അതിന്റെ പള്ളി അറിയോ? അത് ഭയങ്കര ചടുലമായ വരികൾ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. എനിക്കറിയാമെങ്കിലും ഞാനത് പാടാൻ പേടിക്കുന്ന ഒരു പാട്ടാണ് ഇപ്പോൾ. അജയന് അത് നന്നായിട്ട് പാടാം. അജയ് ഗാനമേളകളിലൊക്കെ ഒരുപാട് ഞാൻ പാടിയിട്ട്. കാര്യം നമ്മളിപ്പോ ഒന്ന് സാധകം ചെയ്യണമെങ്കിലേ ഇപ്പോ ഈ ഒരു പാട്ടൊക്കെ പാടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അതെ, അതാണ്. പ്രേമിച്ചും അടിമുടി പരിലാളിച്ചും മേനിച്ചും യുവജനമെന്നും പരിസരമറിയാതോരോ ചാബല്യം പലകുറി തുടരുവിലതിരസിതം നാടെങ്ങും പ്രണയികളുടെ ചരിതം പോരെങ്കിൽ മനസ്സിന് ലഹരിമയം സർവാംഗം മദലസലയഭരിതം ആനന്ദം ആത്മനിർവൃതിയടഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ വരിക ഹംസദൂലികമടഞ്ഞ ശയ്യകളിൽ ഒരു പിടി മധുരവും അസുരബലഹരിയുമാ അരയന്നമേ ആരോമലേ. ശരിക്കും വരിശകള് പ്രാക്ടീസ് ചെയ്യുന്ന നല്ല മുഖവ്യായാമവും കിട്ടും. മുഖവ്യായാമം, അത്യാവശ്യം ഒരു ഓക്സിജന്റെ സിലിണ്ടറൊക്കെ വേണ്ടി വരും. അപ്പൊ എന്നെ ഈ പാട്ടുകൾ പരിചയപ്പെടുത്തിയതിലും അത് സ്നേഹിപ്പിച്ച ആദ്യത്തെ അതൊക്കെ ശേഷമാണ് ഞാൻ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ പാട്ടുകളെല്ലാം ആദ്യമേ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ആ കസിൻ ചേട്ടനാണ്. ഞാൻ അദ്ദേഹത്തെ ഇവിടെ വെച്ച് സ്മരിക്കുന്നുണ്ട്. പുള്ളി അറിയുന്നുണ്ടാവില്ലായിരിക്കും ഞാനിതിങ്ങനെ പറയുന്നത്. പക്ഷെ ആ ടേപ്പ് റെക്കോർഡിൽ കൂടെ നാഷണൽ പാനാസോണിക്കിന്റെ ഒരു ചെറിയ മോണോ അത്രയ്ക്കുള്ള ടെക്നോളജി അതിൽ കൂടെ കേട്ടാണ് ഞാൻ ആ പാട്ടുകളെ സ്നേഹിച്ചു തുടങ്ങിയത്. കുറെ പാട്ടുകൾ ഈ കാലം കാലം കിളികുല ജാലം മംഗമാരും അല്ലാക്ഷിമാരും ഇടം വലം തിരിഞ്ഞൊരു നടനത്തിൻ ചുവടു വച്ചു നിരകൾ നുള്ളുന്ന കാലം ഒരു പുലർക്കാലം കുളിരല തേടും കിളികുലജാലം സുരഭിലകാലം ഒരു പുലർക്കാലം കുളിരല തേടും കിളികുലജാലം. നമ്മളെ ധർമ്മവതി രാഗമല്ലേ, 56-ാമത്തെ. എനിക്ക് വയ്യ, നമ്മളെ ഓണത്തിനൊക്കെ എങ്ങോട്ടാ പോണത്? ഈ ഗായകരുടെ ഇടയിൽ പെട്ടുപോയാൽ ഇതാണ്. ഇവരിങ്ങനെ പോയി 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 ഇപ്പൊ ഓണത്തിനൊക്കെ നമ്മൾ പോയി ഓണത്തിലേക്ക് തിരിച്ചു വരും. ഈ പാട്ടുകൾ ഞാൻ പറഞ്ഞു വന്നതാണ്. ഈ ഓണപ്പാട്ടുകൾ ഉണ്ടായ ഒരു കാലഘട്ടം ഈ പ്രവാസ ജീവിത അവർക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടുകൾ ഉണ്ടായി തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരെയാണ് അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് ആ ഒരു കാലത്ത്. അപ്പോൾ പുതിയ പുതിയ പാട്ടുകൾ, നല്ല സംഗീത സംവിധാനന്മാരും വരികൾ എഴുതുന്നവരൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് ഇത്രയും ഒരു എന്താ പറയുക ഒരു മാസ് വോളിയം ഓഫ് സോങ്സാണ് നമ്മുടെ മലയാളത്തിൽ. അതിനൊക്കെ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ മലയാള സംഗീതം എന്ന് പറഞ്ഞാൽ ഓണപ്പാട്ടുകൾ എല്ലാ ക്ലാസ്സിലും, ഫിലിം സോങ്സ്, ഓണപ്പാട്ട്, ഏത് ഇതിലായാലും നമുക്ക് അഭിമാനത്തോടെ മുമ്പോട്ട് വയ്ക്കാവുന്ന 1000 പാട്ടുകളുണ്ട്. അതിൻ്റെ വാല്യൂസ് സംഗീതപരമായ വരികളുടെ ക്വാളിറ്റി ആണെങ്കിലും അത്. പിന്നെ നമ്മളെ പോലെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, അതിന് നെഞ്ചിലേറ്റി നടക്കുന്നവർ. നമ്മളെവിടെ ചെന്നാലും പാടുന്ന പാട്ടുകൾ. ഓണത്തിനൊരു പാട്ട് പാടില്ല, ഒരു ഫംഗ്ഷൻ്റെ പാട്ട് പാടെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഇറങ്ങിത്തിരിഞ്ഞാലും ആ പാട്ടേ വരുള്ളൂ. എനിക്കൊക്കെ അങ്ങനെയാണ്. ടിപ്പിക്കലി ഞാൻ അതിനു വേണ്ടി സെറ്റ് ആയ ഒരാളാണ്. നമ്മുടെ ഈ ഓണത്തിന്റെ സമയത്ത് നമ്മുടെ വള്ളംകളിയൊക്കെ ഉണ്ടല്ലോ, അതിന് ഭയങ്കര പ്രാധാന്യമില്ലേ? നമ്മൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞല്ലേ ഉള്ളൂ ഈ തവണത്തെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട മലനാട് ചാനലിന്റെ ഫുൾ ലൈവ് പോയിരുന്നു നമ്മള്. അതെ, എല്ലാരും കണ്ടിരിക്കുമല്ലോ അല്ലേ? അപ്പൊ അതിന് വള്ളംകളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓണത്തിന് ഒരു പാട്ടുണ്ടോ?
വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഒരു പ്രശസ്തമായ ഒരു പാട്ടാണ് പായിപ്പാട്ടാൻ. അജിത് നന്നായിട്ട് അത് പെർഫോം ചെയ്യുന്നതാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും പാടും. പക്ഷെ അത് വിൻചേട്ടൻ കൂടി കൂടും തീർച്ചയായിട്ടും. അത് രണ്ടാളും കൂടിയാലേ അതിനൊരു ഓളം ഉണ്ടാവും. കുറച്ച് അല്ലെങ്കിൽ അതിനായിട്ടൊരു ഒരു മൂഡ് സൃഷ്ടിച്ചാൽ മതി. ആദ്യത്തെ ഒരു 2 വരികളോ 3 വരിലേക്ക്. തീർച്ചയായിട്ടും. പായിപ്പാട്ടാറ്റിൽ വള്ളംകളി പമ്പാ നദി തിരക്ക് ആർപ്പുവിളി. പിന്നെ എങ്ങനെയാണ് അതിന്റെ അടുത്ത വരികൾ? അത് ഒരു ചടലമാണ്. പക്ഷെ ആ ഒരു പാട്ടിന്റെ എനർജി ഭയങ്കരമാണ്. ഓണപ്പാട്ട് അല്ലെങ്കിൽ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ആഘോഷത്തെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതേപോലെ തന്നെയല്ലേ വള്ളസദ്യ. പിന്നെ അത് ഇത് കാണാൻ പോയിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, അത് ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു ഭാഗം, ചെങ്ങന്നൂർ ആ ഒരു ഏരിയ ആണ്. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്കത് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഓണത്തിനോട് അനുബന്ധിച്ച് നമുക്ക് ഓരോ ജില്ലകളിൽ നിന്നും ഓരോരുത്തരെയും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഓരോ ആചാരങ്ങളും അല്ലേ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാലടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കാലടിയിലുള്ള പൂക്കളം ഉണ്ടല്ലോ, ഒരു ദിവസം ഒരു പൂക്കളം തന്നെ ഒരു കളം, നെക്സ്റ്റ് ഡേ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ കളം മെഴുകിയിട്ടാണ് രണ്ടാമത്തെ കളം. അപ്പൊ നമ്മളെ വീടിന്റെ നടയുണ്ടല്ലോ, ആ റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് വരെയുള്ള 10ാമത്തെ ദിവസം ആ റോഡിൽ നിന്ന് തുടങ്ങി, അതായത് 10 കളമാണ്, അത് ചെറിയ ആ പൂക്കളം ചവിട്ടി വേണം വീട്ടിലേക്ക് മഹാബലി പോകുന്നത്. അതാണ് നമുക്ക് അതെ ഓരോ കോൺസെപ്റ്റാണ്, ഓരോ ജില്ലകളിലും അതെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതേപോലെ ഈ പൂവടയൊന്നും എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ പൂവടയൊന്നും എനിക്ക് അറിയില്ല, അത് ഞാൻ പൂവട എന്താണ് എന്ന് ചോദിച്ചത്. പിന്നെ ഓണത്തിന് ചെറിയൊരു മാറ്റാണ്. അപ്പോ ഇന്ന് രണ്ടുപേരും സുന്ദരനും സുന്ദരിയുമായിട്ടിരിക്കുന്നു. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ, നല്ല ഷർട്ടൊക്കെയാണല്ലോ ഇട്ടിരിക്കുന്നത്. പുതിയ കോസ്റ്റ്യൂംസ്, ഇതിനെ കുറിച്ച് പറയൂ. നല്ല ഇത് എവിടുന്നാണ്? നല്ല ഓണക്കോടി. എന്നെ സുന്ദരനാക്കിയതും എന്നെ നിങ്ങളെ ഇപ്പൊ കാണാവുന്ന നല്ലൊരു അവസ്ഥയിൽ എന്നെ ആക്കിയത് അങ്കമാലി സീമാസ് ആണ്. അങ്കമാലി സീമാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സുന്ദരനായിട്ടിരിക്കുന്നത്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പോവാറുണ്ട്. വലിയ കടയാണ്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല സർവീസാണ് മെയിനായിട്ട്, നല്ല സർവീസിംഗ് ആണ്. നമ്മളെപ്പോഴും ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല കളക്ഷൻസ് വരുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പൊ ഓണക്കോടിയാണോ? ഓണക്കോടിയാണ്. ഓ, സീമാസിന്റെ വക ഓണക്കോടിയാണ്. ഇപ്പൊ വിനിച്ചേട്ടൻ ഓണക്കോടിയൊക്കെ എടുത്തോ? എനിക്ക് ഓണക്കോടികൾ ഈ പ്രാവശ്യം സാധാരണ ഞാൻ അങ്ങനെ ഓണക്കോടിയിലൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത ആളാണ്. കുട്ടിക്കാലത്ത് കിട്ടിയിട്ടില്ലേ? ഇഷ്ടം പോലെ ഓണക്കോടി കിട്ടി. പിന്നെ മുതിർന്നു കഴിയുമ്പോൾ നമ്മളാണല്ലോ ഓണക്കോടി കൊടുക്കേണ്ടത്, ഇതിന്റെ ഉത്തരവാദിത്തം. അപ്പൊ കുട്ടികൾക്കും വീട്ടിലെ എല്ലാ വൈഫിനും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ടാന്നുള്ള ഒരു മനസ്സാണ്. അത് മതി, ഇതൊക്കെ മതി എന്നല്ല. അപ്പൊ ആരെങ്കിലും ഒക്കെ നമുക്ക് കൊണ്ടുത്തരും ഒരു ഓണക്കോടി. അങ്ങനെയാണല്ലോ ഓണക്കോടി എന്ന് പറയുന്നത്, നമുക്ക് സമ്മാനിക്കപ്പെടുമ്പോഴാണ്. എപ്പോഴും നമുക്ക് ചെറുതാണെങ്കിൽ പോലും നമുക്ക് അതൊരു ഒരു തൂവാലയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ശരി. പിന്നെ വിനിച്ചേട്ടന്റെ കുടുംബം അതൊന്നും പറഞ്ഞു, അതൊക്കെ കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബം, എനിക്ക് വൈഫ്, ഞാൻ അതായത് എൻ്റെ സ്വദേശം ആലപ്പുഴയാണെങ്കിലും ചേർത്തല താലൂക്കില് എഴുപുന്ന എന്ന് പറയുന്ന നമ്മുടെ ബൈജു ചേട്ടൻ അതിനുണ്ടല്ലോ പാട്ടൊക്കെ വരാനുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഒരു സിനിമയില് അഭിനയിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞ ഒരു മൂവിയില് നൈബറാണ്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല. എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ആളാണ്. എൻ്റെ സിസ്റ്ററിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ബൈജുവിനെ അറിയാം. അപ്പൊ എഴുപുന്ന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അറിയാമെന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ലൊക്കേഷനുകളാണല്ലേ, നല്ല ഫ്രെയിം. തരകന്മാർ എന്ന് പറയുന്ന ഒരു അവരുടെ ഈ പഴയ ക്രിസ്തീയ ഭവനം, അതെ, അതുപോലെ ക്രിസ്തീയ ഈ ലാൽ സലാം ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്ത് എപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്നത്. പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത അതൊക്കെ അവിടെയുണ്ട്. ഞങ്ങളെപ്പോഴും പോകുമ്പോഴും അവിടെ ഷൂട്ടുകൾ നടക്കുന്ന കാണാം. അപ്പൊ അതാണ് എൻ്റെ നാട്. പക്ഷെ ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർത്ത് പറവൂരും ആലുവയ്ക്കും ഇടയിലുള്ള ഒരു കുന്നുകര എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, വയൽക്കര പുഴയുടെ, നമ്മുടെ ആലുവ പുഴയുടെ തീരത്ത്, അവിടെയാണ് ഞാൻ ഒരു ഗ്രാമമാണ് വീട് വെച്ചിരിക്കുന്നത്. വൈഫ് ഒരു ടീച്ചറാണ്. 2 കുട്ടികൾ പെൺകുട്ടികളാണ്.
മൂത്തയാള് വൈഫിൻ്റെ പേര് ശ്രീലത, മൂത്തയാളുടെ പേര് നന്ദിത, മൂത്തമോള് നന്ദിത ബി എഡ് പഠിക്കുകയാണ്. പിന്നെ ഇളയാള് ശ്രീനിത 7ാം ക്ലാസ്സിലെ. ഞങ്ങളൊരു കുടുംബമാണ്. പ്രേക്ഷകർ ചിലപ്പോൾ ഞങ്ങളെ കണ്ടിട്ടുണ്ടാവാം. ഞങ്ങള് മഴവിൽ മനോരമയിലുള്ള കപ്പിൾസ് ആയിരുന്നു. അപ്പൊ അത് ഇത്രയും നേരം ഞങ്ങളത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. ഞങ്ങള് സസ്പെൻസ് പൊളിച്ചാണ് മഴവിൽ മനോരമ വെറുതെയുള്ള ഭാര്യ സീസൺ 1 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് 2 മക്കളാണ്. മോളിപ്പോൾ +2 കഴിഞ്ഞു. അവളും നല്ലൊരു ഡാൻസറാണ്. കുറേ ഇപ്പോൾ ഒരു ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോൻ 10ാം ക്ലാസ്സിലാണ്. മോനും ചെണ്ടമേളം സ്റ്റേറ്റ് വിന്നറൊക്കെയാണ്. രണ്ടുപേരും കലയായിട്ടൊക്കെ ബന്ധമുള്ള കുട്ടികൾ തന്നെയാണ്. ദൈവാധീനം. അതെ, മോള് നന്നായിട്ട് ഡാൻസ് ചെയ്യും. അവള് കുച്ചിപ്പുടി, ഭരതനാട്യം രണ്ടും അവള് അരങ്ങേറ്റം നടത്തി. 2 പേർക്കും പാടാൻ കഴിവുണ്ട്, പക്ഷെ സ്റ്റേജ് പെർഫോമൻസിനൊന്നും 2 പേരും ഇല്ല. തെരഞ്ഞെടുത്ത വഴികൾ വേറെയാണ്, പക്ഷെ അതിൽ 2ലും താളമുണ്ട്. അതെ, അതെ. ഇപ്പം പല കുട്ടികൾക്കും ഇപ്പം ജനിച്ചു വീഴുമ്പോഴേ എന്തൊരു ടാലന്റഡ് ആയിട്ടാണ് മക്കളൊക്കെ വരുന്നതല്ലേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മ പാടും, അച്ഛൻ എഴുതും, അച്ഛൻ കുറേ കഥാപ്രസംഗമൊക്കെ എഴുതും. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ടുണ്ടാവുമല്ലോ, അതെല്ലാം അച്ഛൻ തന്നെയാണ് ട്യൂൺ ചെയ്യുന്നത്. എൻ്റെ ഏട്ടനൊക്കെ സ്റ്റേറ്റ് വിന്നറാണ്. അച്ഛനാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ഞാനും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കേരളോത്സവത്തിന് ഫസ്റ്റ് എനിക്കും സെക്കൻഡ് അപ്പോൾ അച്ഛനാണ് ഇതിനൊക്കെ ഞങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ എല്ലാം സ്കൂളിൽ കലാതിലകമായിരുന്നു ഞാൻ. അപ്പോൾ എല്ലാത്തിനും പങ്കെടുപ്പിക്കും. അന്ന് കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഒരു അതെ, അച്ഛൻ്റെ സപ്പോർട്ടാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് വായിക്കാൻ ബുക്സ് വാങ്ങിച്ചു തരുമായിരുന്നു. അന്നത്തെ വായന കൊണ്ടാണ് ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ മക്കൾക്ക് വായിക്കാനോ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് എല്ലാം ഈ ഫോണിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും, ഞാൻ കുറ്റപ്പെടുത്തൊന്നും അല്ല കേട്ടോ, പക്ഷെ കുറച്ചും കൂടെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വലി ഇതിപ്പം ഓൾറെഡി ഇപ്പോൾ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓൾറെഡി നമുക്ക് വിഷ്വൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ ഇമാജിനേഷൻ ഉണ്ടല്ലോ, അത് ഏറ്റവും സൂപ്പർബാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു രൂപം, അല്ലെങ്കിൽ ഒരു കഥ വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കഥാപാത്രങ്ങളെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതും നമ്മൾ നേരിട്ട് ആ സ്ക്രീനിൽ കാണുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ പുതിയ മക്കളെല്ലാവരും കുറച്ചും കൂടെ പുസ്തകത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ മക്കൾ ഉൾപ്പെടെ എല്ലാവരും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് എന്താ പറയാ, ആർട്ടിഫിഷ്യലായി വല്ലാതെ അല്ലേ. ഒന്നാമത് സമയമില്ല, നമുക്കതില്ലാതെ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളും ചിന്തിക്കുന്നു. നമുക്ക് സമയമില്ല അതെല്ലാം കുക്ക് ചെയ്യാൻ. പണ്ട് കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. എന്തൊക്കെ നമുക്ക് തിരക്കുണ്ടെങ്കിലും ഓണ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ 3, 5, 10 മക്കളുണ്ട്, എല്ലാവരും വീട്ടിൽ വരുമല്ലേ. അപ്പൊ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ സദ്യ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കാനും കുറെ കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസ് ഇല്ലെങ്കിൽ അതൊരു സദ്യയല്ല. അതൊരു അണുകുടുംബത്തിൽ അത് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് വഴികൾ നോക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ മായുണ്ടെന്നോ ഒന്നും നമ്മളത് നോക്കാനുള്ള സമയം പോലും നമുക്കില്ല. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് മലനാട് ചാനൽ തന്നെ 2-3 കോളേജുകളിൽ സർവേ, കോളേജുകളിൽ 2-3 പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ കോളേജുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ അതായത് മായം കലർന്ന ഭക്ഷണം നമുക്ക് ഒഴിവാക്കിയിട്ട്, നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇത്രയും മായം കലർന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് ഒരു തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിനൊരു തടസ്സം വേണം അല്ലേ. നമുക്കത് സദ്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഡെയിലി കഴിക്കുന്ന എല്ലാ ഫുഡിൽ നിന്നും തന്നെ നമുക്കതിൽ നിന്നൊരു ഈ മായത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണം. നമ്മളത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് പറയുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. കുറച്ച് പച്ചക്കറികളൊക്കെ നടുക എന്നുള്ള കാര്യങ്ങൾ, പിന്നെ കുറേ പൊടികളെല്ലാം നമുക്ക്, അതായത് മുളക് പൊടി, ആ സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പൊടിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ പാക്കറ്റ് ത്രൂ വാങ്ങുമ്പോൾ
അതിലൂടെ എത്തുന്ന വിഷാംശങ്ങൾ എത്രത്തോളം ആണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് നമ്മളെ ഹോസ്പിറ്റൽ വാസം. നമുക്ക് തിരിച്ച് വീണ്ടും ഓണത്തിലേക്ക് വരാം. നമ്മൾ പോയി നമ്മളെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ സദ്യ വഴി പോയ ഇതാണ് ഇപ്പോൾ ഇത്. അപ്പൊ ഇനി വീണ്ടും ഒരു ഓണപ്പാട്ടിലേക്ക് തിരിച്ചു വരാം. ഇനി വേഗം ഒരു ഓണപ്പാട്ട് ഏതാണ് ഇനി വിൻചേട്ടൻ്റെ മനസ്സിൽ ഇനി വരുന്ന ഒരു പാട്ട് ഏതാണ്? ഞാൻ എപ്പോൾ പാടിയാലും എപ്പോൾ ഇതിന് സംസാരിച്ചാലും എനിക്ക് കുറച്ച് ഗൃഹാതുരത്വമുള്ള പാട്ടുകളാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പാട്ടിനെ പോലെ തന്നെ വേറൊരു പാട്ടാണ്. നമുക്കത് പാടിയിട്ട് അതിനെക്കുറിച്ച് പറയാം. ഉണ്ണിക്കാലടികൾ പിച്ച നടന്നൊരേ മണ്ണിനെ ഞാനെന്നും സ്നേഹിക്കുന്നു. ആർദ്രമാം ചന്ദന തടിയിലെരിഞ്ഞൊരൻ അച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു. അരത്തുടം കണ്ണീരാൽ അത്താഴം വിളമ്പിയോരമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു. എൻ്റെ അമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു. ആരോ കമഴ്ത്തി വച്ചോ ചോട്ടുരുളി പോലെ ആകാശത്താവണി ഇല്ല, ഞാൻ ആ പാട്ടിനെ അതിൻ്റെ പല്ലവി മാത്രമേ എനിക്ക് കൂടുതൽ അറിയാം. ഇത് നമ്മളെ കേരളോത്സവങ്ങളിലും അതേപോലെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ മത്സരത്തിന് എത്തുമായിരുന്നു ഈ പാട്ട്. വിജയശ്വാസ് പാടിയതാണോ? ഇത് ശരിക്കും ആരോ കമഴ്ത്തി വെച്ച വിജയസാഗർ സംഗീതം ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഒരു ഓണപ്പാട്ടാണ്. വിജയശ്വാസ് അല്ലേ പാടി? ഇത് യേശുദാസ് തന്നെ പാടി. ആണോ? അതല്ല, ഇത് ഓണപ്പാട്ടാണോ? ശരി. ഏത് ആൽബമാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിലാണെന്നറിയില്ല. പക്ഷെ ഇതിലും ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ വിൻചേട്ടൻ ഭയങ്കര നൊസ്റ്റാൾജിയയുടെ ആളാണ് അല്ലേ? ശരിക്കും എനിക്ക് തോന്നുന്നു അത് പ്രവാസ ജീവിതം ഒരുപാട്. എത്ര വർഷം ഉണ്ടായിരുന്നു പുറത്ത്? ഞാൻ 25 വർഷത്തോളം പല രാജ്യങ്ങളിൽ പോയി. അത് 98 ഞാൻ ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകുന്നത്. 98 മുതൽ തുടങ്ങി. ആദ്യമേ ഗൾഫിലായിരുന്നു. സൗദി അറേബ്യയിലാണ് ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്തത്. സൗദി അറേബ്യയിലും ഖത്തറിലും ജോലി ചെയ്തു. അതിനുശേഷം തിരിച്ച് നാട്ടിൽ കുറച്ച് നാൾ നിന്നു. പിന്നെ ഒരു ഓയിൽ കമ്പനിയിലേക്ക് നൈജീരിയ, ആഫ്രിക്കൻ കൺട്രിയിലേക്ക് പോയി. അത് വേറൊരു അനുഭവമാണ്. പക്ഷേ നൈജീരിയക്ക് ശേഷം പിന്നെ തിരിച്ചു വന്ന് കുറേ കാലം ജപ്പാനിൽ ഉണ്ടായിരുന്നു. ഓയിൽ ഫീൽഡിലായിരുന്നു അത്. ഞാൻ ബേസിക്കലി ഞാനൊരു IT എഞ്ചിനീയറാണ്. അതിൻ്റെ ഒരു ലെവൽ ഓഫ് ജോബ്സ് ആണ്. പിന്നെ കസഖ്സ്ഥാൻ, റഷ്യ, അങ്ങോട്ട് പോയി. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു കരിയർ. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഈ ഗൾഫിലെ അവിടെയൊക്കെ ഈ ഓണം സെലിബ്രേഷൻ ഉണ്ടോ? ഓണം സെലിബ്രേഷനൊക്കെ പേരിന് പറയാം. അത് മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാവരും കൂടി അങ്ങ് ജോയിൻ ചെയ്യുക. സമയം മലയാളികൾ കുറവാണ്. ഈ ഗൾഫ് കഴിഞ്ഞ് ഞാൻ പോയ രാജ്യങ്ങളിലെല്ലാം എനിക്കിത് കുറച്ച് മലയാളികളെയൊക്കെ സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടിയിട്ടുള്ളൂ. മറ്റ് നാഷണാലിറ്റീസിൻ്റെ കൂടെ ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളൂ. ഗൾഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു നമ്മുടെ നാട് തന്നെയായിരുന്നു. നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെ കുറേ മലയാളികൾ ഒത്തുചേർന്നുള്ള ഒരു ഇത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ പാട്ടുകളും ഇതൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് വന്നിരിക്കുന്നത്. മറ്റേത് കൂടുതലും ജോലിയിലേക്ക് ജോലിയും പിന്നെ വിവിധ സംസ്കാരങ്ങളാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ലോകത്തെ എല്ലാ നാഷണാലിറ്റീസുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഞാൻ ലിറ്ററലി സ്പീക്കിംഗ് അങ്ങനെയാണ്. എവിടെ നോക്കിയാലും എല്ലാ രാജ്യത്തിലെ ആൾക്കാരും നമ്മുടെ ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും ഒരു ആ പ്ലാറ്റ്ഫോം അത്ര ഒരു റോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്മുടെ ഓണം, നമ്മുടെ കേരളം, തിരുവോണം ഇതൊക്കെ നമുക്ക് പറയാനൊരു കേൾക്കാൻ ഒരാൾ വേണ്ടേ ഇതിനെക്കുറിച്ച്? ആരോടെ പറയാൻ? അപ്പോൾ അവരുടെ ലോകം അവർ വേറെ, അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സൈലന്റ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അന്നത്തെ ഓണം.
പിന്നെ അല്ലാതെ കുറെ പേരുണ്ട് വിദേശത്തു നിന്നുള്ളവർ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അതെന്തൊക്കെയാണെന്ന് കാണാനും ഒക്കെ ഇഷ്ടമുള്ളവർ, അത് വേറെ കുറെ തരത്തിലുള്ള ആൾക്കാരാണ്. അവരോടൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നും ഇതേക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് അല്ലാതെ ഈ ജോബ് മാത്രമായിട്ട് അവരേതായ ഒരു കൾച്ചറിൽ ജീവിക്കുമ്പോൾ നമുക്കിത് അവരോട് എന്തോ അവരൊക്കെയാണ് UK. അവർ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നിടത്ത് നമ്മൾ പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സൗദി അറേബ്യയിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. അവര് ശരിക്കും ഓണാഘോഷം, മലയാളികള് ഓണാഘോഷം, കൈകൊട്ടിക്കളി, ഒപ്പന, തിരുവാതിരക്കളി, അതങ്ങ് ഗംഭീരാക്കി. കളറേ ഇങ്ങോട്ട് മാറി. ഈ മലയാളി അസോസിയേഷൻ പറഞ്ഞാൽ ഇവിടെയും ഉണ്ടല്ലോ, അവര് നമ്മളുടെ ഒരു സംസ്കാരം അവിടെ പടം തോർത്തു. അതാണ് എവിടെ ചെന്നാലും ഒരു കൊച്ചു കേരളം അവിടെ ഉണ്ടാവും. ആ കേരളത്തിലുള്ള എല്ലാം അതൊരു പ്രോട്ടോടൈപ്പാണ്, അതെല്ലാം അതിലുണ്ടാവും. അപ്പൊ അവർക്ക് നാട്ടിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഉണ്ടതെല്ലാം. അതിന് കുറെ നല്ല കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് അകന്നു ജീവിക്കേണ്ടി വന്നവർക്ക് ഇപ്പോഴും ഒരു ആശ്വാസമാണ് അസോസിയേഷൻസ്. അജയേട്ടാ, ഇനി അടുത്തൊരു ഓണപ്പാട്ട് ഏതെങ്കിലും ഒരു ഓർമ്മയിലേക്ക് വരുന്നത് നമുക്കൊരു ഓണപ്പാട്ട് പാടാമോ? ഓണപ്പാട്ടുകൾ പിന്നെ എനിക്ക് ഒരുപാട് എനിക്ക് പ്രൈസ് കിട്ടിയ ഒരു ഓണപ്പാട്ടുണ്ട്. നമ്മുടെ കല്യാണ വസന്ത രാഗത്തിലുള്ള വലംപിരിശെങ്കിൽ തുളസി തീർത്ഥം. വലം പിരിശെങ്കിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴിയിൽ അഴകിന്നഴകി നിന്റെ മനോഹര രൂപം മദാലസരൂപം കോമളരൂപം വലം പിരിശെങ്കിൽ തുളസി തീർത്ഥം സൂപ്പർ. താങ്ക് യു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു, എവിടെ പാടിയാലും ഫസ്റ്റ് കിട്ടും എന്ന് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു പാട്ടാണ്. കുട്ടിക്കാലത്തൊക്കെ കുറെ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഈ പാട്ട് പഠിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? പാട്ട് പഠിച്ചത് ഞാനും സിസ്റ്ററും ഞാനും ചേച്ചിയും ആയിരുന്നു. അപ്പോൾ വീട്ടില് അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു, അച്ഛൻ പാട്ട് എഴുതുമായിരുന്നു, അമ്മ പാടുമായിരുന്നു. അമ്മ കുടുംബം കഥകളി കുടുംബമാണ്. പിന്നെ ചെറുപ്പത്തിൽ അച്ഛനിങ്ങനെ പറഞ്ഞ ഓർമ്മകളുണ്ട്. അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ പാട്ടുകളൊക്കെ പറഞ്ഞു തരും. അപ്പം ഞങ്ങളിങ്ങനെ പഠിക്കും. അപ്പോൾ പണ്ട് ഈ ഡാൽഡ ടിന്ന് കണ്ടിട്ടുണ്ടോ ചേട്ടൻ? പണ്ട് കാലത്തെ ഒരു തെങ്ങിന്റെ ചിത്രം. അപ്പോ ഈ ഡാൽഡ വീട്ടില് എപ്പോഴും വാങ്ങിക്കും. അപ്പോൾ ഈ ഡാൽഡ ടിൻ വെച്ചിട്ട് ഞാൻ ട്രിപ്പിൾ ഡ്രംസ് അടിക്കും. ചേച്ചി പാടും, ഞാൻ ട്രിപ്പിൾ അടിക്കും. പക്ഷെ അന്നൊക്കെ അവള് കുറച്ചുകൂടി സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഒക്കെ ഉണ്ടായിരുന്നു ലളിതഗാനത്തിന്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ബിഹൈൻഡ് ദ സ്ക്രീനാണ്, ഞാൻ പുറകിലാണ്, ശനിച്ചേട്ടനെ പോലെ. അപ്പോൾ പിന്നെയാണ് ഞാൻ കലയിലേക്ക് രംഗപ്രവേശം. അന്നൊക്കെ കുറച്ചും കൂടെ നമ്മള് ലളിതഗാനങ്ങളൊക്കെ നമ്മൾ റേഡിയോയിൽ കേട്ട്, ലളിത സംഗീത പാഠം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ നമ്മൾ അങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ടോ ലളിത സംഗീത പാഠം? ശരിക്കും എൻ്റെ ചേട്ടനായിരുന്നു വീട്ടിലെ ഒരു സിംഗർ എന്ന് പറയാൻ. ഈ പറഞ്ഞ പോലെയാണ്, ഞാനന്ന് കുഞ്ഞാണ്. ചേട്ടനെ ആ ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പാടുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ പഠിപ്പിക്കാനും ഒക്കെ അമ്മയാണെങ്കിലും അമ്മാവൻ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഓരോ ഈ MG രാധാകൃഷ്ണൻ സാറിൻ്റെ അന്ന് റേഡിയോയിൽ ലളിത സംഗീത പാടാൻ വയ്ക്കുമ്പോൾ ഈ ചേട്ടൻ അത്
ഇരുന്ന് പാട്ട് പഠിച്ചൊക്കെ എടുക്കുന്ന ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് അന്നത്തെ ഓടക്കുഴൽ വിളി ഇങ്ങനെ കുറേ ജനറിക് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കുറേ സോങ്ങുകൾ ചേട്ടനായിരുന്നു. ഞാനന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ്റെ നിഴലിൽ നിന്ന് പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലൊക്കെ അന്നുള്ളൂ. ചേട്ടൻ പിന്നെ സംഗീതമൊക്കെ പഠിച്ച് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. അത് ആ സമയത്തൊന്നും ഞാൻ ഈ ഫീൽഡിലേ വന്നിട്ടില്ല. പിന്നെ വല്ലപ്പോഴും അച്ഛൻ അധ്യാപകനായിരുന്നു. ശരിക്കും അച്ഛൻ്റെ അടുത്തു നിന്നാണ് എനിക്ക് ഈ കല വന്നത്. അച്ഛൻ നല്ലൊരു കവിയായിരുന്നു, നന്നായിട്ട് കഥാപ്രസംഗം എഴുതും. ഇപ്പോൾ ജില്ലയുടെ അച്ഛനെ പറ്റി പറഞ്ഞ പോലെ ഞാനും അപ്പോൾ ഓർത്തു, നല്ലൊരു കാഥികനായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട്, അമ്പലത്തിലൊക്കെ രാത്രി നേരം വെളുക്കുന്നവരെ കഥ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അത് സ്വന്തമായിട്ട് എഴുതി സംഗീതം ചെയ്ത് ഒറ്റയ്ക്കാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അതിന് വേറെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും ഒരു ടാലന്റഡ് അതിന്റെ ഒരു അംശം കിട്ടിക്കാണും. അന്നൊക്കെ അച്ഛനെ എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര സ്റ്റബോൺ ക്യാരക്ടറായിരുന്നു. നമുക്ക് പേടി തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അധ്യാപകനായിരുന്നു. എന്നിട്ട് അച്ഛനാണ് എന്നെ കൊണ്ട് എല്ലാ മത്സരങ്ങളിൽ ചേർത്തിട്ട് അച്ഛൻ തന്നെ പാട്ട് എഴുതും, സംഗീതം ചെയ്തിട്ട് എന്നെ പഠിപ്പിക്കും. അങ്ങനെ ഒരു പാട്ട് ഇത് തൊട്ട് മുമ്പേ ഇറക്കിയിട്ടില്ലേ അച്ഛൻ്റെ ഒരു പാട്ടെന്ന് പറഞ്ഞു? അതെൻ്റെ ഒരു അംബീഷനായിരുന്നു ശരിക്കും. അച്ഛൻ്റെ ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. മൺമറഞ്ഞ ഇൻ ദ സെൻസ് എഴുത്ത് ഇതെല്ലാം പോയി, എഴുതി വെച്ചതല്ല. അച്ഛൻ ഞാൻ കുട്ടിക്കാലത്ത് തന്നെ മരിക്കുകയാണ്. ഞാൻ 9ൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിക്കും, 84 മരിക്കും. അപ്പോൾ അതിന് മുമ്പ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു പാട്ട് കിടപ്പുണ്ടായിരുന്നു, അച്ഛൻ തന്നെ എഴുതി. അന്ന് പെരുമ്പാവൂർ ജി രവീന്ദ്ര സാർ സംഗീതം ചെയ്ത് AR ടെലികാസ്റ്റ് ചെയ്ത ഒരു പാട്ടാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ പാട്ട് ഞാൻ കേൾക്കുന്നത്. പിന്നെ എനിക്ക് ചേട്ടന് മാത്രമേ ഈ പാട്ട് അറിയാൻ പാടുള്ളൂ. അച്ഛൻ മരിച്ച ശേഷം പിന്നെ അത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റില്ല. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് പാടുന്നത് കേട്ട് ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാലം വർഷങ്ങൾ എത്രയോ ഇങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോൾ റീസെൻറ്റ് ചേട്ടനും മരിച്ചു പോയി. പക്ഷേ ചേട്ടൻ്റെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ ചേട്ടനെ കൊണ്ട് പാടിച്ച് ഒരു റെക്കോർഡ് ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു. അപ്പം എനിക്കൊരു മനസ്സിലൊരാഗ്രഹം ഇതൊന്ന് നന്നായിട്ട് ചെയ്യണമെന്ന്. കാരണം അന്നത്തെ ഞാൻ ARൽ എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് അന്വേഷിപ്പിച്ചതാണ് അന്നത്തെ റെക്കോർഡ് കൊണ്ടുപോകുന്നുള്ളത് ഒന്ന് കണ്ടെടുക്കാനായിട്ട്. പക്ഷേ ഒന്നുമില്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പ്രമോദ് സാരംഗ് എന്ന് പറയുന്ന വഴി ഇതിനെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്ത് ഭംഗിയാക്കി ഒരു പാട്ടാക്കി ഞാൻ തന്നെ പാടി. അതൊരു നിയോഗമാണ്. അച്ഛന് ഒന്ന് മറഞ്ഞുപോയൊരു പാട്ടിനെ ഞാൻ തന്നെ പ്രമോദ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ അജയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ആ ഒരു പാട്ട് അത് ഇറക്കിച്ചപ്പോൾ എൻ്റെ അഭ്യുദയകാംക്ഷകൾ എൻ്റെ ഫാമിലീസിൽ ഒരുപാട് പേര് എന്നെ അതിനെ പ്രത്യേകം ഒരു അഭിനന്ദിച്ചു. അല്ല, സാധാരണ മക്കളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇതോടുകൂടി അതെല്ലാം അവസാനിക്കുകയാണ്, നമ്മളോടുകൂടി നമ്മളുടെ എല്ലാം അവസാനിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ മക്കൾ പൊടി തട്ടി എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, അച്ഛൻ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവർ ചെയ്ത് വെച്ചു പോയത് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കണം എന്നുള്ളൊരു മനസ്സ് വളരെ ചുരുക്കം പേർക്കേ ഉണ്ടാവുള്ളൂ. അത് ഭയങ്കര അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിന് അത്ര ഒരു സന്തോഷവും വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. എനിക്ക് അതൊരു സന്തോഷവും അഭിമാനവും അച്ഛൻ്റെ ആത്മാവിന് ഞാൻ കൊടുത്ത ഒരു ഹോമേജ് എനിക്കൊരു തോന്നലുണ്ടാവും. ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ അതിനെ ഒരു എഴുതിയിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് മാതൃഭൂമിയിൽ ഇത് കണ്ടിട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റാണ്, അദ്ദേഹം അത് ഒരു ന്യൂസായിട്ട് കൊടുത്തു. ഒരു വന്നായിരുന്നു, അച്ഛൻ്റെ വരികൾ മകൻ സംഗീതം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഒരു ടൈറ്റിൽ പോലെ അത് കൊടുത്തായിരുന്നു, ഒരു ന്യൂസ് കവറിന് വേണ്ടി. അപ്പം അത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ. പിന്നെ ഒരു 3-4 പാട്ടുകൾ കിടപ്പുണ്ട് വീണ്ടും അതെല്ലാം അങ്ങനെ ചെയ്ത് വരാൻ. ട്യൂണ് അതിന്റെ മ്യൂസിക് ഒക്കെ ഓർമ്മയുണ്ടോ? അതിന്റെ മ്യൂസിക് അപ്പൊ വീണ്ടും അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ.